ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മലങ്കര കാത്തലിക് ടിവിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ ദൈവം സ്ഥാപിച്ച കുടുംബ വ്യവസ്ഥിതിയുടെ മനോഹാരിതയെപ്പറ്റിയും അതിൻ്റെ ലാവണ്യത്തെപ്പറ്റിയും കൃപ നിറച്ച കുടുംബത്തിൻ്റെ സ്ഥിതിയെപ്പറ്റിയുമെല്ലാം നാം ധ്യാനിച്ചു. അതോടൊപ്പം ദൈവം സങ്കല്പിച്ച കുടുംബ വ്യവസ്ഥിതിയെ തച്ചുടച്ച ആദ്യ കുടുംബത്തിൻ്റെ പരിണിത ഫലങ്ങളെപ്പറ്റിയുമെല്ലാം നാം ധ്യാനിക്കുകയായിരുന്നു. ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട ഈ കുടുംബ ബന്ധത്തിൻ്റെ പരിണിത ഫലങ്ങൾ പിന്നീട് എങ്ങനെയാണ് മനുഷ്യരാശിയിലും മനുഷ്യ കുടുംബങ്ങളിലും പ്രവേശിക്കുന്നതെന്നും എന്നാൽ കൃപ നിറയുന്ന ഏതാനും കുടുംബങ്ങളിലൂടെ എങ്ങനെ രക്ഷാകര പദ്ധതി മുന്നോട്ട് നീങ്ങുന്നുവെന്നുമാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയം. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ കുടുംബങ്ങളിലൂടെ മുന്നേറുന്ന രക്ഷാകര പദ്ധതിയുടെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെയുള്ള കുടുംബചിത്രങ്ങളാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയം. സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിൽ നിന്ന് അകന്ന് സ്വയം ദൈവമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഛായയിൽ നിന്നും സ്വന്തം സ്വത്വത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലങ്ങളെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ വീണ്ടും മനുഷ്യരാശിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ, മനുഷ്യ കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ചിത്രം കാണുവാൻ നാം ഇന്ന് ആഗ്രഹിക്കുകയാണ്. ഈ മുന്നോട്ടുള്ള പ്രയാണം ആരംഭിക്കുന്നത് 4-ാം അധ്യായത്തിലാണ്. ഇവിടെ ഒരുപക്ഷെ സൂചിപ്പിക്കേണ്ട മറ്റൊരു വിഷയം, ആദ്യ മനുഷ്യൻ്റെ പാപം എന്തായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ചുരുക്കം ചിലരെങ്കിലും അതൊരു ലൈംഗിക പാപമായിരുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ സംശയിക്കുന്നവരുണ്ട്. എന്നാൽ ലൈംഗിക പാപത്തേക്കാൾ ഉപരിയായി ഇവിടെ മനുഷ്യന് ദൈവത്തോട് മറുതലിക്കുന്ന, സ്വയം ദൈവമാകാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തിൻ്റെ സ്വത്വത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തെ കൂടാതെ, ദൈവബന്ധം കൂടാതെ ദൈവമായി തീരാൻ ആഗ്രഹിച്ച മനുഷ്യൻ്റെ അഹന്തയായിരുന്നു ആദ്യ പാപം എന്ന് നാം മനസ്സിലാക്കി. ഇങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ ഒരു കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ചില സൂചനകളാണ്. അവിടെ സ്ത്രീയുടെ പ്രസവ ക്ലേശത്തെപ്പറ്റിയും പാപത്തിന് ശേഷം മനുഷ്യൻ തൻ്റെ നഗ്നതയെപ്പറ്റി ലജ്ജിക്കുന്നുവെന്നും ഹവ്വായെ ജീവനുള്ളവരുടെ എല്ലാം അല്ലെങ്കിൽ ജനതകളുടെ എല്ലാം മാതാവെന്ന് വിശേഷിപ്പിക്കുന്നതും പുരുഷൻ സ്ത്രീയെ അറിഞ്ഞു എന്ന് പറയുന്നതുമായ വാക്കുകളും ചിന്തകളുമൊക്കെയാണ്. എന്നാൽ ദൈവം സൃഷ്ടിച്ച കുടുംബത്തെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചുവെന്നും നിങ്ങൾ മനുഷ്യന് സ്ത്രീയെ ഇണയായി നൽകിയെന്നും നിറഞ്ഞ് സന്താനങ്ങളുമായി പുഷ്ടിപ്പെടുവനെന്നും ലോകത്തെ കീഴടക്കുവനുമെന്നുള്ള വചനങ്ങളെല്ലാം സാധൂകരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് സൂചന നൽകുന്നത് കുടുംബത്തിലുണ്ടായ ലൈംഗികമായ പാപമല്ല അതിന് കാരണമെന്നാണ്. കാരണം ദൈവം തന്നെ സ്ഥാപിച്ച ഈ വ്യവസ്ഥിതിയെ ദൈവം തന്നെ തകർത്തെറിയുകയില്ലല്ലോ. മാത്രമല്ല, യഹൂദ സംസ്കാരത്തിൽ വന്ധ്യത്വം ഒരു ശാപമായി കരുതിയിരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതും തലമുറകൾ ഉണ്ടാകുന്നതുമൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി തന്നെയായിരുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്നു. ഇതിനെ സാധൂകരിക്കുന്നതാണ് പുതിയ നിയമത്തിലെ യേശു നൽകുന്ന ചിന്തകൾ. വിവാഹത്തിൻ്റെ അഭിവാജ്യതയെപ്പറ്റി പുതിയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. സ്ത്രീയും പുരുഷനും ഒരു ശരീരമായി തീരുമെന്നും സ്നേഹത്തിൻ്റെ സംയോജിപ്പിലൂടെ ഫലം കാണുമെന്നുള്ള ചിന്തകൾ ഇതൊരു ലൈംഗിക പാപമല്ല, അതിനേക്കാൾ ഉപരിയായി അഹന്തയുടെയും അഹങ്കാരത്തിൻ്റെയും പ്രതിഫലനമായിരുന്നു എന്ന് നാം കാണുന്നു. ഈ മനുഷ്യൻ്റെ പാപത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ പ്രതിഫലനങ്ങൾ പിന്നീട് കുടുംബങ്ങളിൽ പ്രതിഫലിക്കുന്നതാണ് നാം 4-ാം അധ്യായത്തിൽ നിന്ന് മുന്നോട്ട് കാണുമ്പോൾ ആ ചിത്രം നമുക്ക് നൽകുന്നത്. ആദിമാതാപിതാക്കളുടെ പാപം ഏകത്വത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ യൂണിറ്റിയിൽ നിന്ന് അകന്നു പോകുന്നതായിരുന്നുവെങ്കിൽ അടുത്ത തലമുറയിലേക്ക് കടന്നു വരുമ്പോൾ പാപത്തിൻ്റെ മറ്റൊരു ലെവലിലേക്കാണ്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്കാണ് പാപത്തിൻ്റെ പ്രതിഫലനം മാറുന്നതായി നാം കാണുന്നു. കായേനും ആബേലും
ആദിമാതാപിതാക്കളുടെ മക്കളായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം നമ്മോട് പറയുമ്പോൾ അവിടെ ഉയർന്നു വരുന്ന ഒരു ചിന്ത, കായേനും ആബേലും സാഹോദര്യത്തിൻ്റെ ദൈവവ്യവസ്ഥിതിയിൽ നിന്നും തെന്നിമാറിപ്പോകുന്നത് നാം കാണുന്നുണ്ട്. ഒന്നാമത്തെ കുടുംബത്തിൽ, ഒന്നാമത്തെ വ്യവസ്ഥിതിയിൽ, ഉടമ്പടിയിൽ ആദിമാതാപിതാക്കൾക്ക് ഏകത്വം, ദൃഢമായ മൈത്രി ബന്ധത്തെ തച്ചുടയ്ക്കുമ്പോൾ അടുത്ത തലമുറയിൽ കാണുന്നത് സൗഹൃദത്തിൻ്റെ ഉടഞ്ഞുപോയ കണ്ണികളാണ്. കായേനും ആബേലും സഹോദരന്മാരായിരുന്നുവെങ്കിലും സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മൈത്രി ബന്ധത്തിൻ്റെയും ചൈതന്യം അവരിൽ നിന്ന് മറ്റുപോകുന്നത് ചിത്രം 4-ാം അധ്യായത്തിൽ നാം കാണുന്നു. എന്തുകൊണ്ടായിരുന്നു ദൈവം കായൻ്റെ ബലി സ്വീകരിക്കാതെ പോയത്? ഇവിടെ നമുക്ക് സുനിശ്ചിതമായി മനസ്സിലാക്കാം. പുതിയ നിയമത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഹൃദയത്തിലുണ്ടോ എന്ന് നീ വിചാരിക്കുന്നുവെങ്കിൽ നിൻ്റെ ബലിവസ്തു അവിടെ വെച്ചിട്ട് അവനുമായി രമ്യപ്പെടുക എന്ന്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാം, കായേന് ആബേലിനോട് ഹൃദയത്തിൽ വെറുപ്പും പകയും കോപവും ഭിന്നതയും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സാഹോദര്യത്തിൻ്റെ ചൈതന്യം അവനിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു. മാത്രമല്ല, അധികാരത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും മനോഭാവം അവനിൽ വളർന്നു കഴിഞ്ഞിരുന്നു. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് വിശുദ്ധനായ സഭാപിതാവായ വിശുദ്ധ ക്രിസോസ്റ്റോം പറയുന്ന വരികൾ, ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരിക. സഭാപിതാവായ വിശുദ്ധ ക്രിസോസ്റ്റോം ഇപ്രകാരം പറയുന്നു: ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ യൂണിറ്റി അല്ലെങ്കിൽ ഐക്യത്തിൻ്റെ ദൃഢത കാണപ്പെടുന്നത് കുടുംബത്തിനുള്ളിലെ തലമുറകളിലേക്ക് വ്യാപിക്കുന്നതാണ്. വിശുദ്ധ ക്രിസോസ്റ്റോം തുടരുന്നു, എവിടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്നേഹം ഒന്നിക്കുന്നുവോ അത് അഗാഢമായി കുടുംബത്തെ സ്നേഹത്തിൽ പിടിച്ചു നിർത്തും, സ്നേഹത്തെ ഒന്നായി യോജിപ്പിക്കും. അവിടുത്തെ ഫലങ്ങൾ അഥവാ കുഞ്ഞുങ്ങൾ സ്നേഹത്തിലും സാഹോദര്യത്തിലും മുന്നേറും, വളരും. അവിടെ ദൈവസ്നേഹത്തിൻ്റെ ഫലം കാണുവാൻ സാധിക്കും. അവിടെ കുടുംബകാര്യങ്ങൾ ശരിയായി ക്രമീകരിക്കപ്പെടും, സാഹോദര്യം പുഷ്ടിപ്പെടും, സ്നേഹം അഗാധമായി തീരും. ഈ കുടുംബത്തിൻ്റെ ഫലങ്ങൾ കണ്ട് അയൽവാസികളും സഹോദരങ്ങളും ചുറ്റുപാടുമുള്ളവരും ദൈവത്തെ പ്രകീർത്തിക്കും. ഇതിനെതിരായുള്ളൊരു ചിത്രമാണ് 4-ാം അധ്യായത്തിൽ ആദ്യ കുടുംബത്തിൽ സാഹോദര്യത്തിൻ്റെ കണ്ണികൾ തകരുന്നത് നാം കാണുന്നത്. ഹൃദയത്തിൽ സാഹോദര്യമില്ലാതെ ബലിയർപ്പിക്കാൻ പോയ കായേൻ്റെ ഒരു ചിത്രം ഇവിടെ നമുക്ക് കാണിച്ചു നൽകുന്നു. അവിടെ ഭിന്നതയിൽ നിന്ന് കോപവും, കോപത്തിൽ നിന്ന് കൊലപാതകവും ഉടലെടുക്കുന്നത് നാം കാണാം. പിന്നീട് നാം കാണുന്നത് കായേൻ്റെ വംശാവലിയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൽ ഈ വംശാവലി പറയുന്നത് എന്തുകൊണ്ടാണ്? എന്തിനാണ് ഇവിടെ വംശാവലിയെപ്പറ്റി പരാമർശിക്കുന്നത്? ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി മുന്നേറുന്നത് ഒരിക്കലും വ്യക്തികളിലൂടെയല്ല, അല്ലെങ്കിൽ വ്യക്തികളായി ആരും ജനിക്കുന്നില്ല. ഒരു മനുഷ്യർക്കും വ്യക്തികളായി ജനിക്കാനാവില്ല, കുടുംബത്തിനുള്ളിൽ മാത്രമേ ജനിക്കാനാവൂ എന്നുള്ള സത്യം ഇവിടെ കുടുംബത്തിൻ്റെ ചിത്രം, കുടുംബത്തിൻ്റെ ശ്രേണി, കുടുംബത്തിൻ്റെ വംശാവലി നമ്മോട് പറഞ്ഞു തരികയാണ്. ഒരുവന് മാതാവില്ലാതെയോ പിതാവില്ലാതെയോ സഹോദരൻ അല്ലാതെയോ സഹോദരനില്ലാതെയോ സഹോദരിയല്ലാതെയോ ജനിക്കാനാവില്ല. എല്ലാവർക്കും പിതാവും മാതാവും സഹോദരനും സഹോദരിയും ബന്ധുക്കളുമില്ലാതെ ഈ ഭൂമിയിൽ പിറക്കാനാവില്ല. അപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരിക്കലും ഒറ്റപ്പെട്ടതല്ല, എപ്പോഴും ഒരു കുടുംബത്തിൻ്റെ ഭാഗമായിരിക്കും. അങ്ങനെ ആ കുടുംബ ബന്ധങ്ങളിലൂടെയാണ് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ രക്ഷയും മുന്നേറുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് കായേൻ്റെ വംശാവലി പിന്നീട് നാം കാണുന്നത്. കായേൻ്റെ വംശാവലിയുടെ മുന്നേറുമ്പോൾ നാം കാണുന്ന മറ്റൊരു കാര്യം, ആദത്തിൽ തുടങ്ങിയ പാപത്തിൻ്റെ ശ്രേണി അല്ലെങ്കിൽ രക്ഷയുടെ ശ്രേണി മുന്നേറുമ്പോഴും
പാപത്തിൻ്റെയും അതിക്രമത്തിൻ്റെയും അക്രമത്തിൻ്റെയും അധിനിവേശത്തിൻ്റെയും ഒക്കെ ഒരു തലമുറ, ഒരു ശ്രേണി വളർന്നു വരുന്നു നാം കാണാം കായേൻ്റെ വംശാവലിയിലൂടെ. വളരെ കൃത്യമായി പറഞ്ഞാൽ കായേൻ്റെ വംശാവലിയിലെ 6ാമത്തെ തലമുറയിലെത്തുമ്പോൾ പാപത്തിൻ്റെ ഗൗരവം കൂടുതൽ നമുക്ക് വ്യക്തമാവുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വ്യവസ്ഥിതികൾക്ക് വ്യത്യസ്തമായി പെരുമാറുന്ന ലാമെക്കിനെ നാം കാണുന്നു. 6ാം തലമുറയിലെ ലാമെക്ക് ബഹുഭാര്യത്വം സ്വീകരിക്കുന്നത് നാം കാണുന്നു. ദൈവം സ്ഥാപിച്ച വ്യവസ്ഥിതിയിൽ ദൈവം ഒരു പുരുഷന് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഭാര്യ എന്ന വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി 6ാം തലമുറയിൽ എത്തുമ്പോൾ ലാമെക്ക് ബഹുഭാര്യത്വം സ്വീകരിക്കുന്നു. 2 ഭാര്യമാരെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ ലാമെക്കിൻ്റെ അല്ലെങ്കിൽ കായേൻ്റെ വംശാവലി മുന്നോട്ട് നീങ്ങുമ്പോൾ ദൈവത്തിൽ നിന്നും തെന്നിമാറിപ്പോകുന്ന ഒരു ശ്രേണിയെ നാം കാണുമ്പോൾ മറുഭാഗത്ത് ആബേലിൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബശ്രേണിയും വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു. ആബേലിന് പകരമായി സേതു ജനിച്ചു എന്ന് ഹവ്വ പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4ാം അധ്യായത്തിൽ. അങ്ങനെ സേത്തിൽ നിന്നും ഏനോഷ് ജനിക്കുന്നു. ഏനോഷ് ജനിച്ചപ്പോൾ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിൽ നാം കാണുന്നു. ദൈവത്തെ വിളിക്കുക അല്ലെങ്കിൽ ദൈവനാമം വിളിച്ചപേക്ഷിക്കുവാൻ ജനതകൾ തുടങ്ങി. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ ചേർന്ന് നിൽക്കുന്ന മനുഷ്യ ശ്രേണിയെ, കുടുംബശ്രേണിയെയാണ് ഇവിടെ നാം കാണുക. എന്നാൽ അതിന് വിപരീതമായി കായേൻ്റെ വംശാവലിയിൽ നാം കാണുന്നുണ്ട്, കായേന് ഹേനോക്ക് എന്ന മകൻ ജനിക്കുമ്പോൾ അവൻ്റെ പേരിന് വേണ്ടി ഒരു നഗരം പണിയുകയും അങ്ങനെ അവൻ്റെ പേര് പ്രസിദ്ധമാക്കുവാൻ ശ്രമിക്കുന്ന കായേൻ്റെ വംശാവലിയെ, കുടുംബ ശ്രേണിയെ നാം കാണുന്നു. ഇത് തന്നെയായിരുന്നു ആദി പാപം തൊട്ട് തുടങ്ങിയത്. ദൈവത്തിൻ്റെ നാമത്തിനും ദൈവത്തിൻ്റെ വ്യവസ്ഥിതിക്കും ദൈവത്തിൻ്റെ മഹത്വത്തിനും എതിരായി സ്വയം മഹത്വം തേടുന്ന, സ്വന്തം പേര് തേടുന്ന ഒരു തലമുറ. അങ്ങനെ ഒരേ സമയം തന്നെ ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തിലൂടെ സഞ്ചരിക്കുന്ന, ദൈവനാമം മഹത്വപ്പെടുത്തുന്ന ആബേലിൻ്റെ ശ്രേണിയും മറുഭാഗത്ത് കായേൻ്റെ സ്വയം മഹിമ ആഗ്രഹിക്കുന്ന, സ്വയനാമം പ്രകീർത്തിക്കുന്ന മറ്റൊരു ശ്രേണിയും വളർന്നു വരുന്നു നാം കാണുന്നു. അങ്ങനെ 6ാം തലമുറയിൽ എത്തുമ്പോഴേക്കും ദൈവം പറയുന്നു, മനുഷ്യൻ്റെ ദുഷ്ടത വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നതായി, മനുഷ്യൻ്റെ ഭാവനയും ചിന്തയും ദുഷിച്ചതായി ദൈവം കണ്ടു. അതിൻ്റെ കാരണം കൃത്യമായി പറയുന്നുണ്ട്. കാരണം കുടുംബ വ്യവസ്ഥിതിയിൽ, മനുഷ്യ വ്യവസ്ഥിതിയിൽ ഒരേപോലെ തന്നെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കൃപയുള്ള ഒരു തലമുറയും ദൈവത്തിൻ്റെ വ്യവസ്ഥിതിയിൽ നിന്ന് മാറിപ്പോകുന്ന മറ്റു തലമുറയും ഒരേപോലെ വളർന്നു വരുന്നതായി നാം കാണുന്നു. അവിടെയാണ് 6ാം അധ്യായത്തിലെത്തുമ്പോൾ വളരെ വ്യത്യസ്തമായി, ഒരുപക്ഷെ നമുക്ക് മനസ്സിലാകാത്ത ഒരു ചിത്രം നാം കാണുന്നു. ദൈവത്തിൻ്റെ പുത്രന്മാരും മനുഷ്യൻ്റെ പുത്രിമാരും തമ്മിൽ വിവാഹം ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയെപ്പറ്റി അവിടെ പറയുന്നുണ്ട്. വളരെയേറെ തെറ്റിദ്ധാരണാജനകമായ ഒരു ഭാഗമാണിത്. ഒരുപക്ഷെ എങ്ങനെ ചിന്തിക്കാം, ദൈവപുത്രന്മാരെന്ന് പറയുമ്പോൾ മാലാഖമാരാണോ? അവർ മനുഷ്യരെ വിവാഹം കഴിക്കുമോ? അങ്ങനെ ഒരു കുടുംബമുണ്ടോ? സത്യത്തിൽ അങ്ങനെയല്ല നാം അതിനെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നാം മുമ്പ് പറഞ്ഞു വന്ന കാര്യം, ആബേലിൻ്റെ അല്ലെങ്കിൽ സേത്തിൻ്റെ വംശാവലിയിൽ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ച സേത്തും ഏനോഷും ഹേനോക്കും ആ വംശാവലിയെ ദൈവത്തിൻ്റെ പുത്രന്മാർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഛായയോട്, ദൈവത്തിൻ്റെ വ്യവസ്ഥിതിയോട് ചേർന്ന് നടക്കുന്ന കുടുംബങ്ങളെ, വ്യക്തികളെയാണ് ദൈവപുത്രന്മാരെന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ കായേൻ്റെ വംശാവലിയിൽ ദൈവത്തിൻ്റെ വ്യവസ്ഥിതിയിൽ നിന്നും മാറി നടക്കുന്ന ശ്രേണിയെയാണ് മനുഷ്യപുത്രന്മാരെന്ന് വിളിക്കുന്നത്. ഇവർ തമ്മിലുള്ള വിവാഹത്തെപ്പറ്റിയാണ് പറയുന്നത്. ഇവിടെ നാം മുമ്പ് കണ്ടതുപോലെ ലാമേക്ക് ബഹുഭാര്യത്വം സ്വീകരിച്ചെങ്കിൽ 6ാം അധ്യായം എത്തുമ്പോഴേക്കും സമൂഹം മുഴുവനും
തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെയെല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു എന്ന് നാം കാണുന്നു. 2 ഭാര്യമാർക്ക് പകരമായി അനേകരെ ഭാര്യമാരാക്കുന്ന കുടുംബ ബന്ധങ്ങളുടെ തകർച്ച നാം ഇവിടെ കാണുകയാണ്. ദൈവപുത്രന്മാർ അല്ലെങ്കിൽ സ്വർഗവാസികൾ മനുഷ്യരെ വിവാഹം കഴിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ ഛായയിൽ ജനിച്ചവരും ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരെയും ദൈവപുത്രന്മാരെന്നാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്നതും വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്നതും. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നടന്ന ദൈവജനത്തിൽ അല്ലെങ്കിൽ കുടുംബ വ്യവസ്ഥിതിയെ പോലും തച്ചുടച്ചുകൊണ്ട് മനുഷ്യരുമായി വിവാഹബന്ധത്തിൽ ബഹുഭാര്യത്വത്തിലേക്ക് കടന്നുപോയ മനുഷ്യ കുടുംബങ്ങളെ പറ്റിയുള്ള ഏതാനും കുടുംബങ്ങളെ പറ്റിയുള്ള ചിത്രമാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. അതിനാലാണ് ദൈവം സ്ഥാപിച്ച കുടുംബ വ്യവസ്ഥതയിൽ നിന്നും മനുഷ്യകുലത്തിലെ മനുഷ്യശ്രേണിയിലെ വ്യക്തികൾ അകന്നുപോയി സ്വന്തം താല്പര്യങ്ങൾക്കും സ്വന്തം ഇച്ഛകൾക്കും അടിമകളായി ശാരീരികമായ സുഖത്തിനു വേണ്ടി വിവാഹത്തെ തരം താഴ്ത്തുന്നതിൻ്റെ ഒരു ചിത്രം നമുക്കിതിൽ നിന്നും ലഭിക്കുന്നില്ലേ? വിവാഹമെന്നത് ഏകത്വത്തിനും ദൈവത്തിൻ്റെ വ്യവസ്ഥിതിക്കുമുള്ളത് എന്നതിൽ നിന്നും തരം താഴ്ന്ന് ജഡികമായ സുഖത്തിനും സ്വന്തം താല്പര്യങ്ങൾക്കുമായി വിവാഹത്തെ തരം താഴ്ത്തുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ നാം വായിക്കുന്നത്. അതിനാലാണ് ദൈവം 6 തലമുറയിലുള്ള കായേൻ്റെ വംശത്തെ ഭൂമിയിൽ നിന്നും അതിൻ്റെ എല്ലാ സൃഷ്ടികളെയും തുടച്ചു നിൽക്കുവാൻ ആഗ്രഹിക്കുന്നതെന്ന് നാം കാണുന്നു. അങ്ങനെ ദൈവം ഭൂമിയിലെ സകല സൃഷ്ടിജാലങ്ങളെയും സകല കുടുംബങ്ങളെയും ജലപ്രളയത്തിലൂടെ നവീകരിക്കുന്നത് നമുക്ക് കാണാം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവം ഒരു പുതിയ സൃഷ്ടി, ഒരു പുതിയ കുടുംബം സ്ഥാപിക്കുന്നതാണ് നാം കാണുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കുടുംബ വ്യവസ്ഥിതിയെ പറ്റിയുള്ള അല്ലെങ്കിൽ കുടുംബങ്ങളിലൂടെ മുന്നേറേണ്ട രക്ഷാകര ദൗത്യത്തെ മറ്റൊരു രീതിയിലേക്ക് ദൈവം നടത്തിക്കൊണ്ടു പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെയാണ് നോഹ എന്ന വ്യക്തി അല്ലെങ്കിൽ നോഹ എന്ന വ്യക്തിക്കുപരി നോഹയുടെ കുടുംബവുമായി ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടുന്ന ദൈവത്തെ നാം കാണുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു, നോഹ ദൈവത്തിൻ്റെ കണ്ണിൽ നീതിമാനായിരുന്നു. അങ്ങനെ ദൈവം 2ാമത്തെ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യത്തെ ഉടമ്പടി ആദ്യത്തെ ദമ്പതികളുമായിട്ടായിരുന്നുവെങ്കിൽ 2ാമത്തെ ഉടമ്പടി ഒരു കുടുംബ വ്യവസ്ഥിതിയുമായിട്ടാണ്. നമുക്കിവിടെ കാണാം വ്യത്യസ്തമായ 2 ഉടമ്പടികൾ. ആദ്യത്തെ ഉടമ്പടിയിൽ ദൈവവുമായി ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടുന്നത് 2 ദമ്പതിമാരായിരുന്നു. അതിൻ്റെ അടയാളം സാബത്തായിരുന്നു. എന്നാൽ പുതിയ അല്ലെങ്കിൽ നവീകരിക്കപ്പെട്ട 2ാമത്തെ ഉടമ്പടിയിൽ ദൈവം ഏർപ്പെടുന്നത് നോഹയും നോഹയുടെ കുടുംബവുമായാണ്. എന്ന് പറഞ്ഞാൽ നോഹയും നോഹയുടെ ഭാര്യയും നോഹയുടെ 3 മക്കളും അവരുടെ ഭാര്യമാരും ആയിട്ടുള്ള വിശാലമായ കുടുംബത്തിലേക്കാണ്. ആദ്യത്തെ ഉടമ്പടി ഒരു ഹോളി കപ്പിൾസുമായിട്ടായിരുന്നെങ്കിൽ 2ാമത്തെ ഉടമ്പടി ഒരു ഹോളി ഫാമിലിയുമായിട്ടാണ്. അപ്പോൾ നാം കാണുന്നത് ദൈവത്തിൻ്റെ പദ്ധതികൾ, രക്ഷാകര പദ്ധതികൾ മുന്നേറുന്നത് കുടുംബ വ്യവസ്ഥിതികളിലൂടെയാണ്. നോഹയും നോഹയുടെ ഭാര്യയും 3 മക്കളും അവരുടെ ഭാര്യമാരും അടങ്ങുന്ന കുടുംബ വ്യവസ്ഥിതിയിലേക്ക് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി, ദൈവത്തിൻ്റെ കൃപയുടെ പദ്ധതി മുന്നേറുന്നു നാം കാണുന്നു. അങ്ങനെ നോഹയുമായി ഉടമ്പടി ചെയ്യുന്ന ദൈവം ആ കുടുംബത്തിലൂടെ ഒരു പുതിയ സൃഷ്ടി നടത്തുന്നത് നമുക്ക് കാണാം. ആദ്യം ദൈവം സൃഷ്ടികർമ്മത്തിൽ ചെയ്തതെല്ലാം അതേപോലെ തന്നെ പുതിയ ഉടമ്പടിയിൽ നാം കാണുന്നുണ്ട്. അല്ലെങ്കിൽ പ്രളയത്തിന് ശേഷം അബ്രാഹവുമായി ഉടമ്പടി ചെയ്തു എന്ന് പറയുന്നത് നാം കാണുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥം ഇപ്രകാരമാണ് പറയുന്നത്, ദൈവം നോഹയെ ഓർമ്മിച്ചു എന്ന് പറയുമ്പോൾ ദൈവം പെട്ടെന്ന് മോശയെ ഓർമ്മ വന്നു എന്നല്ല അർത്ഥം. ദൈവം മനുഷ്യ കുടുംബവുമായി ചെയ്ത ഉടമ്പടി നവീകരിച്ചു എന്നാണ് ഓർക്കുന്നത്. അപ്പോൾ ആദ്യ ഉടമ്പടി നോഹയിലൂടെ ദൈവം നവീകരിക്കുന്നത് കാണാം.
നമുക്കറിയാം ആദ്യ ഉടമ്പടിയിൽ അല്ലെങ്കിൽ ദൈവം പുതിയ സൃഷ്ടി, ആദ്യ സൃഷ്ടി നടത്തുമ്പോൾ നാം കാണുന്നുണ്ട് ജലത്തിൽ നിന്നാണ് പ്രപഞ്ചം, ലോകം ഉണ്ടായി വരുന്നത്. അതുപോലെ തന്നെ പുതിയ ഉടമ്പടിയും നോഹയുമായുള്ള ഉടമ്പടിയിലും ജലപ്രളയത്തിൽ നിന്നാണ് പുതിയ ഒരു ലോകവും പുതിയ സൃഷ്ടിയും ജനിക്കുന്നതെന്ന് നാം കാണുന്നു. അതുപോലെ തന്നെ ദൈവം ഈ ഉടമ്പടിയിലൂടെ മനുഷ്യകുലത്തെ വീണ്ടും ഈ ലോകത്തിൽ വളർന്നു പെരുകുവാനുള്ള വലിയ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നതായി നമുക്ക് കാണാം. ആദ്യ മാതാപിതാക്കൾ കൊടുത്ത അതേ അനുഗ്രഹം തന്നെയായിരുന്നു നിങ്ങൾ പെരുകി വർദ്ധിക്കുവിൻ, സന്താനപുഷ്ടിയുള്ളവരാകുവിൻ എന്ന അനുഗ്രഹം നോഹയ്ക്കും കുടുംബത്തിനും കൊടുക്കുന്നതായി നാം കാണാം. അങ്ങനെ നോഹയിലൂടെ ഈ കുടുംബ ബന്ധങ്ങളുടെ കൃപയുടെ നിഴലുകൾ, കൃപയുടെ ചാലുകൾ ഭൂമിയിലേക്ക് ഒഴുകുന്നതിൻ്റെ ചരിത്രം നാം കാണുകയാണ്. അങ്ങനെ നാം മുന്നോട്ട് നീങ്ങുമ്പോൾ നോഹ ദൈവത്തിന് ബലി അർപ്പിച്ചു നാം കാണുന്നുണ്ട്. ദൈവവുമായി മൈത്രി ബന്ധത്തിലായിരിക്കുന്ന നോഹയാണ് ഇവിടെ നാം, അല്ലെങ്കിൽ നോഹയുടെ ചിത്രമാണ് നാം ഇവിടെ കാണുക. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ചിത്രമാണ് നാം ഇവിടെ കാണുക. ആ നോഹയുടെ കുടുംബത്തിലൂടെയാണ് പിന്നീട് രക്ഷയുടെ നീർച്ചാലുകൾ ഭൂമിയിലേക്കും മനുഷ്യകുലത്തിലേക്കും ഒഴുകുന്നെന്ന് നാം കാണുന്നു. ഇങ്ങനെ നാം ചിന്തിക്കുമ്പോൾ നാം കാണുകയാണ് മനുഷ്യകുലത്തിലെ ഏതാനും കുടുംബങ്ങളിലൂടെ ദൈവത്തോട് മൈത്രി ബന്ധമുള്ള, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകാത്ത കുടുംബങ്ങളിലൂടെയാണ് ദൈവത്തിൻ്റെ കൃപ നിറയുന്ന കുടുംബങ്ങളിലൂടെയാണ് ദൈവത്തിൻ്റെ ശക്തി, രക്ഷയുടെ ചൈതന്യം ഭൂമിയെ നവീകരിക്കുന്നതും ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതും. എന്നാൽ പിന്നീട് നോഹയുടെ കാലത്ത് പോലും പിന്നീട് നാം കാണുന്നുണ്ട് നോഹയുടെ കുടുംബത്തിനുള്ളിൽ പോലും അധികാരത്തിൻ്റെയും അധീശത്വത്തിൻ്റെയും അശുദ്ധ അരൂപികൾ പ്രവേശിക്കുന്നത്. ഇവിടെ നാം കാണുന്നുണ്ട് മോശയുടെ 3 മക്കളിൽ രണ്ടാമനായ ഹാം വലിയ തിന്മയിലേക്ക് പ്രവേശിക്കുന്നത് നാം കാണുന്നുണ്ട്. അവിടെ നാം കാണുന്ന മറ്റൊരു പശ്ചാത്തലമാണ് ഹാമിൻ്റെ മകനായ കാനാനെ നോഹ ശപിക്കുന്നതായി. കാരണം ദൈവം അനുഗ്രഹത്തിനായി നിർദ്ദേശിച്ച കുടുംബത്തിൻ തലവൻ തൻ്റെ കൂടാരത്തിൽ വീഞ്ഞു കുടിച്ച് ഉന്മത്തനായി കിടന്നപ്പോൾ തൻ്റെ മകൻ ആ പിതാവിൻ്റെ നഗ്നത മറയ്ക്കുന്നതായും, എന്നാൽ പിന്നീട് ഹാമിൻ്റെ മകനായ കാനാനെ നോഹ ശപിക്കുന്നതായി നാം കാണുന്നു. എന്തുകൊണ്ടാണ് കാനാനെ ശപിക്കേണ്ടി വന്നത്? വിശുദ്ധ ഗ്രന്ഥം കൃത്യമായി സാക്ഷിക്കുന്നു. പിതാവിൻ്റെ നഗ്നത കാണുക എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ഭാര്യയുമായി തെറ്റായ ബന്ധത്തിലേർപ്പെടുക എന്നുള്ളതാണ്. ലേവ്യരുടെ പുസ്തകത്തിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, തിന്മയുടെ അധിനിവേശം ആ കുടുംബത്തിനുള്ളിലേക്കും പ്രവേശിക്കുമ്പോൾ നാം കാണുന്നുണ്ട് അവൻ്റെ ജീവൻ്റെ ഫലമായ കാനാനെ പിതാവ് ശപിക്കുന്നതായി, അല്ലെങ്കിൽ സഹോദരർക്ക് അടിമവേല ചെയ്യുന്നവനായി പിന്നീട് കാനാനെ മാറ്റുന്നു. അതിനുശേഷം നാം കാണുന്നുണ്ട് ഇസ്രായേൽ ജനം കാനാൻ നാട്ടിൽ താമസമുറപ്പിക്കുമ്പോൾ ഇസ്രായേൽ ജനം നിരന്തരമായി യുദ്ധത്തിലും അക്രമത്തിലും ഏർപ്പെടുന്നത് ഈ ജനതയിൽ നിന്ന് പുറപ്പെട്ട ജനതകളിൽ നിന്നാണ്. അങ്ങനെ ജനം പെരുകുകയും അവരുടെ പാപം പല രീതിയിൽ വർദ്ധിക്കുന്നതായി കാണാം. ഇവിടെ ഹാം ചെയ്ത പാപം എന്തായിരുന്നു? തൻ്റെ ജ്യേഷ്ഠനായ ഷേമിന് കിട്ടേണ്ട അനുഗ്രഹം ബലമായി പിടിച്ചു വാങ്ങുവാനുള്ള അവൻ്റെ അക്രമാസക്തമായ പ്രവൃത്തിയായിരുന്നു അവൻ ചെയ്തിരുന്നത് എന്ന് നാം കാണുന്നു. കാരണം പഴയ നിയമത്തിൽ ഭാര്യ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതാണ് ഒരുവൻ്റെ ശക്തി. അതിനാലാണ് അവൻ തെറ്റായ മാർഗത്തിലൂടെയാണെങ്കിലും ആ അനുഗ്രഹം പ്രാപിക്കുവാൻ അവൻ പരിശ്രമിച്ചത്. അതിനാലാണ് അവൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായ കാനാനെ പിതാവ് ശപിക്കുന്നത്. അപ്പോൾ സാഹോദര്യത്തിൻ്റെയും ഭിന്നതയുടെയും ലൈംഗികതയുടെയും ഒക്കെ അരാജകത്വത്തിൻ്റെ അംശങ്ങൾ
ഭൂമിയിലൂടെ വിതറപ്പെടുന്നത് ഈ കുടുംബങ്ങളിലാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ ആ ശാഖയിൽ ഷേമാണ് അനുഗ്രഹിക്കപ്പെടുക. ദൈവത്തോട് ചേർന്ന് നിന്ന കുടുംബം ഷേമിൻ്റേതായിരുന്നു എന്ന് നാം കാണുന്നു. 11-ാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോഴേക്കും നാം കാണുന്നുണ്ട്, ഷേമിൻ്റെ വംശാവലിയിൽ നിന്നാണ് രക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും തുടക്കക്കാരനായ പിതാവായ അബ്രഹാം ജനിക്കുന്നത് എന്ന്. സ്നേഹം നിറഞ്ഞവരെ, ഇവിടെ നാം കാണുന്ന പൊതുവായ ചിത്രം 4-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ നാം സഞ്ചരിക്കുമ്പോൾ നാം കാണുന്ന ചിത്രം ഒരേ സമയത്ത് തന്നെ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന കുടുംബങ്ങൾ, ആ കുടുംബങ്ങളിലൂടെ ചൊരിയപ്പെടുന്ന കൃപകൾ, അതേസമയം ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ, ദൈവത്തോട് മൈത്രി ബന്ധമില്ലാതെ സ്വയം അഹന്തയിലും അഹങ്കാരത്തിലും ചരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ, അവരിലൂടെ നാശമാകുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ദൈവത്തിൻ്റെ സങ്കല്പങ്ങളും പ്ലാനുകളും പദ്ധതികളും. എന്നാൽ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന മനുഷ്യരിലൂടെ, കുടുംബങ്ങളിലൂടെ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ രക്ഷ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നതായി നാം കാണുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഈ ഭൂമിയിൽ ഇന്നും ഇതേപോലെ 2 രീതിയിലുള്ള കുടുംബങ്ങളെയും ശ്രേണികളെയും കാണാൻ പറ്റും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിക്കുകയായിരുന്നു, ഈ ഭൂമിയിൽ എന്നും ഈ അക്രമത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അഹന്തയുടെയും ലൈംഗിക തൃഷ്ണതയുടെയും ദൈവം സ്ഥാപിച്ച വിവാഹ വ്യവസ്ഥകളിൽ തച്ചുടയ്ക്കുന്ന മനുഷ്യചിന്തകളും ഇന്നും വ്യാപാരം ചെയ്യപ്പെടുകയും അനുകൂലിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. വളരെ വേദനയോടുകൂടി ഞാൻ ഈ ദിവസങ്ങളിൽ കേട്ട ഒരു വാർത്തയാണ്, ജർമ്മനിയിൽ സ്വവർഗരതിക്കാരായ വിവാഹം ആശീർവദിക്കുവാൻ ഏതാനും പേർ അല്ലെങ്കിൽ വൈദികർ പോലും മുതിരുന്നു എന്ന്. ഈ തിന്മ ഇന്നും ലോകത്തിൽ വ്യാപിക്കുന്നുവെന്ന് നാം കാണുമ്പോൾ അക്രമത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അഹന്തയുടെയും വിവാഹത്തിനും ദൈവിക വ്യവസ്ഥിതികൾക്കും എതിരായി ചരിക്കുന്ന മനുഷ്യരിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യരിലൂടെ തിന്മയെന്നും പ്രയാണം ചെയ്യുമ്പോഴും കൃപ നിറഞ്ഞ കുടുംബങ്ങളായി ഇരിക്കുവാൻ വിളിക്കപ്പെട്ട ഓരോ കുടുംബങ്ങളും ദൈവത്തോട് ചേർന്ന്, ദൈവത്തിൻ്റെ വ്യവസ്ഥിതിയോട് ചേർന്ന്, ദൈവത്തിൻ്റെ ഉടമ്പടിയോട് ചേർന്ന് ഏകത്വത്തിലും അഗാധമായ മൈത്രി ബന്ധത്തിലും സൗഹൃദത്തിലും സാഹോദര്യത്തിലും പരസ്പരമുള്ള ആദരവിലും സ്നേഹത്തിലും ജീവിക്കുവാൻ ഇന്നും നമ്മളെ ഈ വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങൾ നമ്മെ ആഹ്വാനം ചെയ്യുകയല്ലേ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 11-ാം അധ്യായം വരെ കാണുമ്പോൾ ദൈവം നൽകുന്ന ഈ സൂചനകളെ നമുക്ക് സ്വീകരിച്ചുകൊണ്ട് കൃപയുടെ ചാലക ശക്തികളായി ഓരോ കുടുംബങ്ങളും ഓരോ വ്യക്തികളും മാറുവാനുള്ള ദൈവത്തിൻ്റെ കൃപ നമ്മിലൂടെ പ്രവേശിക്കുവാനുമായി പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.